കൊള്ളായിരുന്നു നല്ല. പടത്തിൽ മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് കഥയും ഡയറക്ഷനുമാണ്. പിന്നെ ആ ഒരു ലെങ്ത് കൂടുതലൊന്നും നമ്മൾ വിചാരിക്കില്ല, അതേ നമുക്ക് ഇങ്ങ് പോകാൻ പറ്റും. നല്ല രസമാണ് കാണാൻ. അപ്പോൾ അടിപൊളിയാണ്. പുതിയ ആക്ട്രസൊക്കെ ഇതിനകത്ത് പുതിയൊക്കെയാണ് വന്നിരിക്കുന്നത്. അതൊക്കെ നല്ല എൻഗേജിങ്ങിനുള്ള നല്ലതൊക്കെയാണ്. പയ്യനൊക്കെ അടിപൊളിയാണ്. പടം കൊള്ളാം. നല്ല അഭിനയമായിരുന്നു, ഡയറക്ഷൻ എല്ലാം കൊള്ളായിരുന്നു. അതെ ഒരു ടൈപ്പ് ഓഫ് ത്രില്ലറിലോട്ട് പോയി പടം. കൊള്ളായിരുന്നു. അഭിനയൊക്കെ കൊള്ളായിരുന്നു, എല്ലാവരും കൊള്ളായിരുന്നു. സിനിമ നല്ല സിനിമയാണ്, അടിപൊളി സിനിമയാണ്. എന്തായാലും കണ്ടിരിക്കാം. പിന്നെ സാധാ ഒരു വീക്കെൻഡ് സിനിമ കാണാൻ വരെ ആഗ്രഹിക്കണവരാണെങ്കിൽ വരണമെന്ന് ഞാൻ പറയുന്നില്ല. OTT കണ്ടാലും കുഴപ്പമില്ല. പക്ഷേ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും വന്ന് കാണുക. വിഷ്വലിയൊക്കെ അടിപൊളിയാണ്. പിന്നെ മ്യൂസിക് ചെയ്ത ആരാണെന്ന് അറിയാമല്ലോ, അടിപൊളിയായിട്ട്. മൂവി നന്നായിരുന്നു. ഒരു പുതിയൊരു ത്രില്ലർ പടമാണ്. ഭയങ്കര എൻഗേജിങ് ആണ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ. പിന്നെ ഒരു കെമിയോ റോളൊക്കെ ഉണ്ട്, അത് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള സംഭവം. അത് പടം എന്തായാലും അടിപൊളിയാണ്, നന്നായിട്ട് ത്രില്ല് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആണ്, സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെ ഒരു കെമിയോ റോളൊക്കെ വരുന്നുണ്ട്. എല്ലാം കൊണ്ട് സൂപ്പർ പടം, നല്ല അഭിനയം, എല്ലാവരും അടിപൊളിയാണ്. ബാലൻ തീർച്ചയായിട്ടും നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു എക്സ്പെരിമെൻ്റൽ മൂവിയാണെന്ന് പറയാം. തിയേറ്ററിൽ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക, കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു മൂവിയാണ്. ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല, ശരിക്കും ഒരു സ്ലോ പേസ് മൂവിയാണ്. സ്ക്രിപ്റ്റ് ബേസും ഒരു ഡയറക്ഷൻ ബേസും നല്ലൊരു സിനിമ കാണുന്നുണ്ടെങ്കിൽ ബാലൻ കാണാം തീർച്ചയായും. അല്ലാതെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഫാക്ടർ അല്ല സിനിമയ്ക്ക്. എങ്കിലും നല്ലൊരു സിനിമ, എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു സിനിമ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാം. പിന്നെ എല്ലാവരും നന്നായിരുന്നു, എല്ലാവരും ഗംഭീര അഭിനയമാണ്. ആദികേശവ് എന്ന് പറഞ്ഞാൽ പുതിയ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ വന്നിട്ടുള്ള എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പെരിമെൻ്റൽ മൂവിയായിട്ട് തിയേറ്ററിൽ കാണാം.